ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഞങ്ങൾ കാസർഗോഡ് സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മീൻ കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തീരെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ഓയിലോ ഒരു ടൈപ്പിലുള്ള ഓയിലും യൂസ് ചെയ്യുന്നില്ല. നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മിക്സി എടുക്കുക കേട്ടോ, കാരണം ചെറിയ മിക്സിയല്ല ഏറ്റവും നല്ലോണം അരിയാൻ നല്ലത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങൻ്റെ അരമുറി തേങ്ങ എടുത്താൽ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 3.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് എന്തും കൂടി ആഡ് ചെയ്യാം, ജീരകം പൊടിച്ചത്. ഇത് വലിയ ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചു വെച്ചതാണ് ഞാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പുളീൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി, ചെറിയ കഷ്ണമല്ല, ഒരു അത്യാവശ്യം ഒരു പകുതി നെല്ലിക്കാൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള അത്രയും പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ചെറിയ ഗ്രൈൻഡറിലല്ല. അപ്പോൾ ഇത് അരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം അരിയണം തേങ്ങ. ഞാൻ ഇതിൻ്റെ പോലെ തന്നെ ഇതേ ടൈപ്പിലൊരു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഉണക്കമീൻ്റെ കറിയൊക്കെ അതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ നല്ലോണം അരിഞ്ഞ് കിട്ടണം. തരി തരി പോലെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, ഓയിൽ ഫ്രീ ആയിട്ടുള്ള കറിയില്ല. അപ്പോൾ ഈ തേങ്ങയിലാണ് മൊത്തം കറീൻ്റെ കിടക്കുന്നത്, ടേസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക, നല്ല അരിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം ഒരു പ്രാവശ്യം ഇതൊന്ന് അരച്ചെടുത്തു, ആ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെയും കുറച്ചും കൂടി ഒരു 1/4 കപ്പ് എങ്ങാനും വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ഒന്ന് തേങ്ങ ഓടയാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെയും നല്ലോണം അരച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലോണം അരിയണം കേട്ടോ, ഒരു 3-4 മിനിറ്റ് അല്ല. തേങ്ങ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മൺചട്ടിയിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കണ്ടറിയാം, ഈ മിക്സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ അരപ്പൊക്കെ നമ്മൾക്ക് നല്ലോണം അങ്ങനെ എടുക്കാൻ കിട്ടണമെന്നില്ല, ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് മിക്സിയിലേക്ക്. എന്നിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള അരപ്പൊക്കെ നമുക്ക് എന്തായി കിട്ടും, നല്ലോണം മിക്സ് ആയിട്ട് ആ വെള്ളത്തിൽ ഡൈലൂട്ടായി കിട്ടും. അപ്പോൾ മിക്സിയിൽ നമ്മൾ അരപ്പൊന്നും വേസ്റ്റായി പോവില്ല. അപ്പോൾ ഞാൻ മിക്സിയിലും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള അരപ്പൊക്കെ നമുക്ക് ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിൻ്റെ 4/1 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അധികം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കരുത്, അത്ര ടേസ്റ്റ് കിട്ടൂല. ഇത്ര തന്നെ ഉള്ളി ആഡ് ചെയ്താൽ മതി, അധികം ഉള്ളി ആഡ് ചെയ്യരുത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിൻ്റെ 4/1 ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളിൻ്റെ 1/2 തക്കാളിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പച്ചമുളക്, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു കറിവേപ്പിൻ്റെ അല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10 കറിവേപ്പിൻ്റെ അല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് മതി, കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിട്ട് നമുക്ക് വേണമെന്നില്ലല്ലോ, കറി ഒഴിക്കുന്ന പോലെ ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ തേങ്ങ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് മീനിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഈ തേങ്ങ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തേങ്ങ തിളച്ച് വന്നിട്ടുണ്ട്, തേങ്ങൻ്റെ അരപ്പ് നല്ല കറക്റ്റായിട്ട്. ഇതിപ്പോൾ
എന്താ പറയുക പിരിഞ്ഞു പോകാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കേട്ടോ, ഒന്നും പറ്റൂല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ആവോലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ തലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 പീസും അതിൻ്റെ ഒരു തലയും കൂടിയിട്ടുള്ള 350 ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ ഈ ഫിഷ്. നിങ്ങൾക്ക് 1 കിലോ വരെ സെയിം അരിപ്പിലേക്ക് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 350 ഗ്രാമിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പീസും പിന്നെ ഒരു തലയും കൂടി. തല എപ്പോഴും ആഡ് ചെയ്യുന്ന ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കറിക്ക്. നിങ്ങൾ തല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കറിയിൽ തല ആഡ് ചെയ്ത് കൊടുക്കുക. കഴിക്കണമെന്നില്ല, പക്ഷെ എന്താ പറയുക കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തല ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യട്ടോ, ഒന്ന് തിളക്കണം നല്ലോണം. അത്യാവശ്യം നല്ലോണം തിളച്ചിട്ട് മീൻ വെന്ത് വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, മൂടി വെച്ചിട്ട് ഒന്ന് മീൻ വെന്ത് വരുന്നത് വരെ വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മുതൽ 15 മിനിറ്റ് വരെ മതിയാവുമല്ലോ. എന്തായാലും 10 മിനിറ്റ് മതി മീൻ വേവാൻ വേണ്ടിയിട്ട്, കൂടുതൽ ടൈം വേണ്ടല്ലോ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് മീൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 1.5 കപ്പ് വെള്ളമാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കൂടിപ്പോയി വെള്ളം ഒഴിച്ചത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്താ മതി, ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താലും മതി. അങ്ങനെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ആവോലി, അയക്കൂറ അല്ലെങ്കിൽ അയില, ഈ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. പിന്നെ മത്തിയും ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ, പക്ഷെ മത്തി അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കമ്പയർഡ് ടു ഈ സാധനം. ഇത് ആവോലി, അയില, അതേപോലെ തന്നെ അയക്കൂറ അങ്ങനത്തെ ഒക്കെ മീനിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ചെറിയ മീനൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും പറയാം, നത്തോലിയോ, ആ നത്തോലി പോലത്തെ ആ മീനൊക്കെ ഇതേപോലെ കറി ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഏകദേശം വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ മൂടി വെക്കാം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒന്നും ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട, കടുക് വറുത്തിടുന്ന അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്